കണ്ടിട്ടായിരുന്നു. സാർ പിന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഹസ്ബൻഡിനെ വിളിച്ച് പിന്നെ സംസാരിച്ച് പിന്നെ അപ്പം തന്നെ അളവെടുക്കാൻ പറഞ്ഞു. അളവെടുത്തു. പിന്നെ ഒരു 20 ദിവസത്തിൻ്റെ ഉള്ളിൽ നമുക്ക് കൈ തന്നു. 7 ലക്ഷം രൂപയോളം ആയി കൈക്ക് തന്നെ. പിന്നെയാണ് സാറ് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ സ്ഥലവുമില്ല, ഷെൽട്ടർ ഇന്ത്യക്കാർ നമുക്ക് വീട് വെച്ച് തരുന്നുണ്ട്, അപ്പോൾ സ്ഥലവുമില്ല പറഞ്ഞപ്പോൾ ശരി പറഞ്ഞ് ഞങ്ങൾക്ക് സ്ഥലം 5 സെൻറ്റ് വാങ്ങി തന്നു. ഇവിടെ തന്നെ പല്ലാവൂർക്കാട് വാങ്ങി തന്നു സാറ്. വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായതിൽ അതിയായി സന്തോഷിക്കുന്ന ഒരു കുടുംബമുണ്ട് പാലക്കാട് പല്ലശ്ശേനയിൽ. വിനോദിനി എന്ന ഈ കൊച്ച് മിടുക്കിയും അവരുടെ കുടുംബവും വലിയ സന്തോഷത്തിലാണ്. വിനോദിനിയുടെ ജീവിതത്തിൽ വി.ഡി. സതീശൻ എന്ന വ്യക്തിക്ക് വലിയ പ്രാധാന്യമുണ്ട്. പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ചികിത്സാ പിഴവിനെ തുടർന്ന് കൈ മുറിച്ച് മാറ്റപ്പെട്ട വിനോദിനിക്ക് വി.ഡി. സതീശനാണ് ഈ കൃത്രിമ കൈ വെച്ച് നൽകിയത്. വലിയ സന്തോഷമാണോ വി.ഡി. സതീശൻ? സന്തോഷമാണ്. ഇന്നലെ ലഡു ഒക്കെ വിതരണം ചെയ്തു അല്ലേ? പ്രതീക്ഷിച്ചിരുന്നോ അങ്ങനെ വി.ഡി. സതീശൻ മാമൻ മുഖ്യമന്ത്രിയാവുന്ന? ഹാപ്പിയാണ്. ഈ വി.ഡി. സതീശൻ എന്ന വ്യക്തി നിങ്ങളുടെ ഒരു ജീവിതത്തിൽ എത്രത്തോളം പ്രധാനപ്പെട്ട ആളാണ്? അതെ, ഞങ്ങളുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ആളാണ് പറഞ്ഞാൽ, നമുക്ക് കൈയില്ലാണ്ട് സാറല്ലേ നമുക്ക് കൈ തന്നത്, കണ്ടത് നമുക്ക് കൈ തന്നില്ലേ. പിന്നെ അതുപോലെ തന്നെ സ്ഥലമില്ല പറഞ്ഞപ്പോൾ സ്ഥലവും തന്നു. അപ്പോൾ നമുക്ക് എന്താണ് പറഞ്ഞാൽ, സാറ് ഞങ്ങൾക്ക് ഒരു ഉറപ്പുണ്ടായിരുന്നു, സാറാവുമെന്ന് ഞങ്ങൾക്കൊരു ഉറപ്പുണ്ടായിരുന്നു. അതുപോലെ ആകുകയും ചെയ്തു. സാറ് നല്ല രീതിയിൽ പ്രവർത്തിക്കട്ടെ എന്ന് നമ്മൾ പറയണം. അതിപ്പോൾ നിങ്ങൾ ഈ ഗവൺമെൻറ്റിനൊക്കെ അപേക്ഷ നൽകിയിരുന്നു, ആരോഗ്യമന്ത്രിക്കൊക്കെ അപേക്ഷ നൽകിയിരുന്നു, അവിടെ നിന്നും പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല. അതിനിടയിലാണ് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പണം എടുത്ത് വാങ്ങിത്തരുകയാണ് ചെയ്തത് അല്ലേ? അതെ, സാറ് കണ്ടിട്ടായിരുന്നു. സാർ പിന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഹസ്ബൻഡിനെ വിളിച്ച് പിന്നെ സംസാരിച്ച് പിന്നെ അപ്പം തന്നെ അളവെടുക്കാൻ പറഞ്ഞു. അളവെടുത്തു. പിന്നെ ഒരു 20 ദിവസത്തിൻ്റെ ഉള്ളിൽ നമുക്ക് കൈ തന്നു. 7 ലക്ഷം രൂപയോളം ആയി കൈക്ക് തന്നെ. പിന്നെയാണ് സാറ് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ സ്ഥലവുമില്ല, ഷെൽട്ടർ ഇന്ത്യക്കാർ നമുക്ക് വീട് വെച്ച് തരുന്നുണ്ട്, അപ്പോൾ സ്ഥലവുമില്ല പറഞ്ഞപ്പോൾ ശരി പറഞ്ഞ് ഞങ്ങൾക്ക് സ്ഥലം 5 സെൻറ്റ് വാങ്ങി തന്നു. ഇവിടെ തന്നെ പല്ലാവൂർക്കാട് വാങ്ങി തന്നു സാറ്. ഇപ്പോൾ നിങ്ങൾ ആവശ്യപ്പെടാതെ പ്രതിപക്ഷ നേതാവായപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും പണം എടുത്ത് ചെയ്തു തന്നു. ഇനിയിപ്പോൾ ഇതേപോലെ ഇല്ലെങ്കിൽ ഇതിന് സമാനമായ പല സംഭവങ്ങളും ഉണ്ടാവും. അങ്ങനെ വരുന്ന ആളുകളോട് മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് അദ്ദേഹം എങ്ങനെ പെരുമാറണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? നമുക്ക് തന്ന പോലെ തന്നെ സാറും എല്ലാവരെയും സഹായിക്കണം തന്നെ നമ്മൾ പറയുന്നുള്ളൂ. അപ്പം ഞങ്ങൾക്കിപ്പോൾ എന്താണ് പറഞ്ഞാൽ, ഇത് സംഭവിക്കാൻ പറ്റാത്ത ഒരു അനാസ്ഥ മൂലം സംഭവിച്ചതാണ്. ഞങ്ങൾ കാണിക്കേണ്ട രീതിയിലൊക്കെ കാണിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ഡോക്ടർമാരുടെ ഒരു ചികിത്സാ പിഴവ് കൊണ്ടാണ് എൻ്റെ മോളുടെ കൈ ഇപ്പോൾ പോയത് നമുക്ക്. അതുപോലെ എല്ലാവർക്കും വരാതിരിക്കട്ടെ. പിന്നെ ആരോഗ്യമന്ത്രി പറയുന്നത് നമുക്കിപ്പോൾ വീണ ജോർജ് മേഡം അല്ലേ, അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഒരു പുതിയൊരു ആരോഗ്യമന്ത്രിയായിട്ട് ഇനി ആരെങ്കിലും തിരഞ്ഞെടുക്കപ്പെടുമല്ലോ. അപ്പോൾ അവർ വരുമ്പോഴും നല്ല രീതിയിൽ നോക്കട്ടെ എല്ലാവരെയും തന്നെ നമ്മൾ പറയാനാവുള്ളൂ. അവിടുന്ന് ഈ ചികിത്സാ പിഴവ് മൂലം ഉണ്ടായ കുറേ സംഭവങ്ങൾ ഉണ്ട്. അവിടെ നിന്ന് ഈ ഭരണകൂടത്തിൻ്റെ ഈ മന്ത്രിമാരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായത് നിങ്ങൾക്ക് അന്ന് ഒട്ടും ആഗ്രഹിക്കാത്ത വലിയ വേദനയുള്ള കാര്യങ്ങളാണോ? അതെ, നമുക്ക് എല്ലാവരും ആ സമയത്ത് നമ്മളെല്ലാവരും എല്ലാം ചെയ്തു തരാമെന്നൊക്കെയല്ലേ പറഞ്ഞത്. അത് ഹോസ്പിറ്റലിൽ ഇരിക്കുമ്പോൾ എല്ലാവരും പറഞ്ഞു, അതോടെ അത് കഴിഞ്ഞു. പിന്നെയാണ് നമുക്ക് ദുരിതാശ്വാസത്തിൽ നിന്ന് 2 ലക്ഷം രൂപ തന്നത്. പിന്നെ അതോടെ അത് കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ എല്ലാവിടെയും പോയി, എല്ലാ ഗവൺമെൻറ്റിൻ്റെ അവിടെയും നമ്മൾ പോയി, കുട്ടിൻ്റെ കാര്യത്തിന് എല്ലാവിടെയും കയറി ഇറങ്ങി. പക്ഷെ നമുക്കൊന്നും കിട്ടിയില്ല. അപ്പോഴാണ് പിന്നെ സാറ് വന്നിട്ട് തന്നത്. പിന്നെ പോരാത്തതിന് ഇപ്പോൾ കുട്ടിൻ്റെ ഒരു 4000 രൂപ ഇപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട് അതും നമുക്ക് കിട്ടി. പിന്നെ പോരാത്തതിന് അടുത്തത് നമുക്ക് കൈ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് വി.ഡി. സതീശൻ സാറിനെ നമുക്ക് ഏറ്റെടുത്തിട്ടുണ്ട്. സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് കൈ വയ്ക്കുമ്പോൾ തന്നെ അടുത്തത് ഞാൻ തന്നെ ചെയ്തു തരാൻ പറഞ്ഞിട്ടുണ്ട്. എങ്ങനത്തെ ഒരു മുഖ്യമന്ത്രി ആയിരിക്കണം വി.ഡി. സതീശൻ എന്നാണ് മോൾ ആഗ്രഹിക്കുന്നത്? നല്ല മുഖ്യമന്ത്രി. ഇപ്പോൾ നിങ്ങളെ പോലുള്ള കുട്ടികളുണ്ടല്ലോ, ഇപ്പോൾ ആ കുട്ടികൾക്കൊക്കെ എന്ത് ചെയ്തു തരണം എന്നാണ്? അവര് ജയിക്കണം പരീക്ഷയ്ക്ക്, പിന്നെ ജോലി വേണം. വി.ഡി. സതീശൻ വ്യക്തിപരമായി ഈ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ ചെയ്ത ഒരു കാര്യത്തിൻ്റെ പേരിലാണ് ഈ കുടുംബം അദ്ദേഹത്തെ ചേർത്ത് നിർത്തുന്നത്. എന്നാൽ ഇനി അദ്ദേഹം പ്രതിപക്ഷ നേതാവല്ല, മുഖ്യമന്ത്രിയാണ്. ഇനി ഭരണപരമായ കാര്യങ്ങളിൽ ഇതുപോലുള്ള നിരവധി കാര്യങ്ങളിൽ ഇടപെടാൻ കഴിയേണ്ടതുകൂടി ഉണ്ട്. ഷിജു ചിറ്റൂരിനൊപ്പം സാജിദ് അജ്മൽ, മീഡിയ 1 പാലക്കാട്.